നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ഇന്നലെ ട്രംപ് ഗ്രീൻലാൻഡ് വിഷയത്തിൽ ഒരു അഴിവ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഗ്ലോബൽ മാർക്കറ്റുകൾ ഒന്നടങ്കം പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. ഇന്ത്യൻ മാർക്കറ്റ് വോളറ്റിലായിരുന്നെങ്കിൽ കൂടിയും പോസിറ്റീവായിട്ട് 137 പോയിൻറ്റിൻ്റെ ഒരു നേട്ടം ഇന്നലെ നമുക്ക് കിട്ടി. ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. അദാനി ഗ്രീൻ എനർജിയുടെ റിസൾട്ട് ഉണ്ട്, അതുൽ BML റിസൾട്ട് ഉണ്ട്, BPCLൻ്റെ റിസൾട്ട് ഉണ്ട്, സിപ്ല, DCB ബാങ്ക്, ഗാന്ധാർ ഓയിൽ ആൻഡ് റിഫൈനറി, ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റ്, ഗ്രാനുൽസ് ഇന്ത്യ, ഇൻഡസൻഡ് ബാങ്ക്, JSW സ്റ്റീൽ, ലോറസ് ലാബ്, MCX, നവോമ, ശ്രീരാം ഫിനാൻസ്, സോന BLVU, സ്റ്റെർലൈറ്റ് ടെക് തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ടാണ് ഉള്ളത്. അപ്പോൾ റിസൾട്ട് അറിയാനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ റിസൾട്ട് കലണ്ടർ ടാബിൽ പോകാം. ട്രേഡ് ബഡ്ഡി എന്ന് സെർച്ച് ചെയ്താൽ മതി. ബിസ്മൈ ട്രേഡിങ്ങിൽ ഉള്ളൊരു ടാബാണത്. അപ്പോൾ അങ്ങനെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. പൊതുവേ FIs എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഒരു ബയേഴ്സായിട്ടൊന്നും കടന്നു വന്നിട്ടില്ല. ഇന്നലെയും അവർ 2549 കോടി രൂപക്ക് സെല്ല് നടത്തി. ഈ ഒരു മാസം 36,590 കോടി രൂപയുടെ സെല്ലാണ് ഈ വർഷത്തിലെ ആദ്യത്തെ മാസമായിട്ടുള്ള ജാനുവരിയിൽ ഇവർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ FIസിൻ്റെ ആ ഒരു സെല്ല് ഉള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റിന് അതിശക്തമായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർ ബയേഴ്സ് ആവണം. അവരും കൂടി ബയേഴ്സ് ആകുമ്പോഴാണ് റീറ്റെയിലേഴ്സിന് ഒരുപാട് കാശ് ഫർദറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആയിട്ടൊരു ധൈര്യം വരുള്ളൂ. ഇപ്പോഴും ടാക്സും അങ്ങനെയുള്ള നമുക്ക് അറിയാൻ പാടില്ലാത്ത എന്തോ റീസൺ കൊണ്ട് FIs ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് സെല്ലേഴ്സാണ്. നമുക്ക് പറയാൻ പറ്റുന്ന റീസൺ ടാക്സായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇനിയിപ്പോൾ അതല്ലാതെ വേറെ ഏതെങ്കിലും റീസൺ ഉണ്ടോ എന്ന് നമുക്ക് പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇനി നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം പൊതുവേ US യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവായിരുന്നു. ഗോൾഡും ശക്തമായിട്ട് മുന്നേറുന്നു, സിൽവർ മുന്നേറുന്നു. പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും തന്നെ കാണുന്നില്ല. കണ്ടുവരാൻ ഏറ്റവും ടോപ്പിൽ നാച്ചുറൽ ഗ്യാസ് 4.8, ഗോൾഡ് കാണാം 4949 പെർ ഔൺസ്, സിൽവർ 97, ബിറ്റ് കോയിൻ ഇടിഞ്ഞു 89,000, ബ്രന്റ് ഓയിൽ 64, ഗിഫ്റ്റ് നിഫ്റ്റി കാണാം 25,385 25,373 നമ്മുടെ ക്ലോസിങ്. നമുക്ക് വലിയ ഗ്യാപ്പൊന്നും തന്നെ ഇന്ന് ഇല്ല. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റാണ്. ഏറ്റവും താഴേക്ക് പോകുകയാണെങ്കിൽ യൂറോപ്യൻ US മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. അപ്പോൾ ഇന്നലെ ആ ഒരു ട്രംപ് ഗ്രീൻലാൻഡ് വിഷയത്തിലൊന്ന് മയപ്പെടുത്തിയപ്പോൾ മാർക്കറ്റ് ഒന്ന് കയറി എന്നല്ലാതെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പോസിറ്റിവിറ്റി കാണുന്നില്ല. എനിവേ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് നിലവിൽ ഒരുപാട് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാവാം. പക്ഷേ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് ഇന്ത്യയിലെ ലീഡിങ് ഡിസ്കൗണ്ട് ബ്രോക്കറായിട്ടുള്ള അപ്സ്റ്റോക്കിൽ ഓപ്പൺ ചെയ്യാം, അതും ഫ്രീ ആയിട്ട്. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ അപ്സ്റ്റോക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡിഗോ റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് 77% ഇടിവ് രേഖപ്പെടുത്തി. DLF കമ്പനി നെറ്റ് പ്രോഫിറ്റ് 13% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചിട്ടുണ്ട്. അദാനി ടോട്ടൽ ഗ്യാസ് നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ 11% വർദ്ധിച്ചു. ബന്ധൻ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 52% ഇടിഞ്ഞു. പ്രീമിയർ എനർജി നെറ്റ് പ്രോഫിറ്റ് 53% വർദ്ധിച്ചു. ഗോ ഡിജിറ്റ് ജനറൽ ഇൻഷുറൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 37% വർദ്ധിച്ചു. പെട്രോനെറ്റ് നെറ്റ് പ്രോഫിറ്റ് 1.5% ഇടിഞ്ഞു. സിയൻറ്റ് നെറ്റ് പ്രോഫിറ്റ് 25% ഇടിഞ്ഞു. ഹോം ഫസ്റ്റ് ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് 44% ഉയർന്നു. അശോക് ബിൽഡ്കോൺ പുതിയൊരു ഓർഡർ അവർക്ക് ലഭിച്ചു. കോഫോർജ് നെറ്റ് പ്രോഫിറ്റ് 376 നിന്ന് 258 കുറഞ്ഞു ക്വാർട്ടർ ടു ക്വാർട്ടർ. ഇൻഫോബിൻ ടെക് ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് 3:1. ബ്ലൂ സ്റ്റോൺ ജ്വല്ലേഴ്സ് ലോസിലുണ്ടായിരുന്ന കമ്പനിയാണ്, ഇത്തവണ 71 കോടി രൂപ പ്രോഫിറ്റ്. സ്മോൾ ഫിനാൻസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 33 നിന്ന് 36 ഉയർന്നു. സെൻസാർ ടെക് നെറ്റ് പ്രോഫിറ്റ് 182 നിന്ന് 199 വർദ്ധിച്ചു എന്നുള്ളതാണ് ന്യൂസുകൾ. നമ്മുടെ ന്യൂസുകൾ റിസൾട്ടുകൾ ക്വാർട്ടർ ടു ക്വാർട്ടറും ഇയർ ഓൺ ഇയറൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ അതാത് ആളുകൾ അതാത് സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നത് എങ്കിൽ കുറച്ചും കൂടിയും കൂടുതൽ
അതിൻ്റെ റിസൾട്ടിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ക്വാർട്ടർ ടു ക്വാർട്ടർ എത്രയാണ്, ഇയർ ഓൺ ഇയർ എത്രയാണ്, നമ്മൾ ന്യൂസിൽ ചിലപ്പോൾ ഇയർ ഓൺ ഇയർ ആയിരിക്കാം ഉണ്ടാവാം. ക്വാർട്ടർ ടു ക്വാർട്ടർ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ എനിവേ, ശുഭദിനം. വൈകിട്ട് കാണാം. താങ്ക് യു.